ഇവിടെ +1 ഫിസിക്സ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ഒന്ന് അവലോകനം ചെയ്യാം. അതിൻ്റെ ആൻസേഴ്സ് ശ്രദ്ധിക്കുക. ആൻസർ any 4 questions from 1 to 5. Each carries 1 score. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ക്വസ്റ്റ്യൻ വായിക്കുക. അതിൻ്റെ ആൻസർ സി ആണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു S2 - x1, അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇത് 15 മീറ്റർ മൈനസ് 10 മീറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ പോസിറ്റീവായിട്ട് തന്നെ വരും. അത് എ ആണ്. രണ്ടാമത്തെ ആൻസർ എ. മൂന്നാമത്തെ ആൻസർ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ദി ഇനർഷ്യ, സി ആണ്. നാലാമത്തെ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ഡി, ടോർക്കാണ്. അഞ്ചാമത്തെ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. ഇതിൽ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ആൻസർ 8 questions from 6 to 15. അവിടെ 2 മാർക്കാണ് അതിനുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. എ പാർട്ട് റൈറ്റ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് mL(T⁻²). F=ma വെച്ച് അത് നമുക്ക് എളുപ്പം എഴുതാൻ പറ്റുന്നതാണ്. അതിൻ്റെ ബി പാർട്ട് യൂസിങ് ദി ഫോർമുല ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതിൻ്റെ പെർസെൻറ്റേജ് എയറിൻ്റെ ഇക്വേഷൻ F=mv²/r എന്ന ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ΔF/F × 100 ഈക്വൽസ് ΔM/m × 100 പ്ലസ് 2 × ΔV/V × 100 പ്ലസ് ΔR/R × 100 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അത് ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ ഇഫ് F=0 ലീനിയർ മൊമെൻറ്റം ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദി ഫോളോയിങ് കേസസ്. വർക്ക് ഡൺ ബൈ എ മാൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. അത് വർക്ക് ഡൺ ബൈ വിച്ച് ഫോഴ്സ് എന്നിവിടെ കാണുന്നില്ല എങ്കിലും എട്ടാമത്തെ എയുടെ ആൻസർ ലിഫ്റ്റിംഗ് ഫോഴ്സ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്. ബി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ, അത് നെഗറ്റീവാണ്. സി വർക്ക് ഡൺ ബൈ എൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, അത് പോസിറ്റീവാണ്. ഡി വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അത് നെഗറ്റീവാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ്, ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു I∝ എന്ന ഇക്വേഷനാണ്. അതിൽ I∝ = RF sin θ എന്ന ഇക്വേഷൻ വെച്ചത് ചെയ്യാവുന്നതാണ്. RF sin θ, അവിടെ റേഡിയസ് R ഉണ്ട്, ഐക്ക് വരെ mr²/2 കൊടുക്കുക, മാസ് ഉണ്ട്, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്, θ 90 കൊടുക്കുക. അങ്ങനെ നമുക്കവിടെ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ ആംഗുലർ ആക്സിലറേഷൻ ചോദിച്ചേക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എസ്കേപ്പ് സ്പീഡ് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. ഹൗ ടു എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാൻ പറ്റും. എസ്കേപ്പ് സ്പീഡ് =2rg എന്നാണ്. അവിടെ മാസ് ഓഫ് ദി ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. 11th ക്വസ്റ്റ്യൻ 2 ഷേപ്പ് വന്നിരിക്കുകയാണ്. ബി ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഐ ഷേപ്പ്ഡ് ബീം പ്രൊവൈഡ്സ് ലാർജ് ലോഡ് ബെയറിംഗ് സർഫസ് ആൻഡ് ഹൈ ഡെപ്ത്ത് പ്രിവെൻറ്റ് ബെൻഡിങ്. ഹൈ ഡെപ്ത്ത് ഇത് മെയിൻ പോയിൻ്റാണ്. അത് ഇക്വേഷൻ കൂടെ അവിടെ കാണിക്കണം. ബെൻഡിങ് Δ = W/L3/4BD3y എന്നാണ്. W വെയിറ്റാണ്, L ലെങ്താണ്, B അതിൻ്റെ വിഡ്ത്താണ്, D ആണ് അതിൻ്റെ തിക്നെസ്, Y യങ്സ് മോഡുലസ്. ഇനി അത് ചേഞ്ച് വരുത്താൻ പറ്റുന്നത് ആ ഡെപ്ത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡെപ്ത്ത് കൂടും തോറും അതിൻ്റെ ബെൻഡിങ് കുറയും. ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു D³ ആണ് അതിൻ്റെ കാരണം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. അതൊരു പാസ്കൽസ് ലോ അനുസരിച്ചുള്ള പ്രോബ്ലമാണ്. F1/A1 = F2/A2 വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോഴ്സിന് പകരം mg എന്ന് കൊടുക്കുക, ഏരിയയ്ക്ക് പകരം πr² കൊടുക്കുക. അതിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1470 ന്യൂട്ടൺ എന്ന് കിട്ടും. ഒരു സിമ്പിൾ പ്രോബ്ലമാണത്.
13th question, what do you mean by capillary rising of liquid against gravity through tiny pores? ഡെഫിനേഷനാണ്. വാട്ട് ഈസ് ദ ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്? അതായത് ക്യാപ്പിലാരിറ്റി എന്നൊരു ഫിനോമിനാണ്. അതിന് കാരണം സർഫസ് ടെൻഷനാണ്. അത് 14th question, സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി ഒരു ഹാർമോണിക് മോഷനാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആ ഇക്വേഷൻ y is equal to a sin ഒമേഗ ടി മൈനസ് ഫൈ എന്ന രൂപത്തിലാക്കണം. അതിനുവേണ്ടി നമ്മൾ y is equal to സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതുക. അതിൻ്റെ RHSൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് √2 സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി ബൈ √2. 1/√2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. √2 ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് പൈ ബൈ 4 എന്ന് എഴുതാം. കാര്യം കോസ് പൈ ബൈ 4 1/√2 ആണ്. മൈനസ് കോസ് ഒമേഗ ടി സൈൻ പൈ ബൈ 4 എന്ന് എഴുതാം. സൈൻ പൈ ബൈ 4ഉം 1/√2 ആണ്. അപ്പോൾ അതിൻ്റെ √2 ആൻസർ ഇങ്ങനെ കിട്ടും. √2 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. അതായത് സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് ഒരു ഐഡൻറ്റിറ്റി വെച്ചാണ് അത് എഴുതിയേക്കുന്നത്. അത് 15th question, ഒരു സ്റ്റീൽ വയർ കണ്ടിട്ടുണ്ട്. അതും ഒരു പ്രോബ്ലമാണ്. കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്ന് കൊടുക്കാം. മ്യൂ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് ക്യാപിറ്റൽ M ബൈ L എന്ന് കൊടുക്കാം. അത് സ്ക്വയർ ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മ്യൂ എന്ന് കിട്ടും. അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 2.06 ഇൻറ്റു 10⁴ ന്യൂട്ടൺ എന്ന് കിട്ടും. അതും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഡയറക്റ്റ് പ്രോബ്ലം തന്നെയാണ്. അടുത്ത ആൻസർ 6 questions from 16 to 23, which carries 3 scores. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. Name the principle that can be used to check the dimensional correctness of this equation. The principle of homogeneity ആണ്. Check the correctness of equation. കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോമോജനിറ്റി ഉപയോഗിക്കുമ്പോൾ ഡയമെൻഷൻസ് ഓഫ് LHS ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് RHS എന്ന് കിട്ടണം. അത് ഇക്വേഷൻ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലെ ഡയമെൻഷൻസ് കറക്റ്റ് അല്ല, ഈക്വൽ അല്ല എന്ന് കാണുവാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി റോങ് ആണ്. ഇക്വേഷൻ റോങ് ആണെന്ന് നമുക്ക് കിട്ടും. അതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 17th question, പൊസിഷൻ വെക്ടർ R തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. റീഡ്രോ ദ ഫിഗർ ബൈ ഷോയിങ് ദ റെക്ടാങ്കുലർ കമ്പോണൻസ്. ഒരു റെക്ടാങ്കുലർ ബോക്സ് പോലെ വരയ്ക്കുക. ആ OP ഡയഗണലാക്കി റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുക. അതായത് ദി പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. R ഈസ് ഈക്വൽ ടു RXI പ്ലസ് RYJ, അല്ലെങ്കിൽ X ഈസ് ഈക്വൽ ടു XI പ്ലസ് YJ, Y ഈസ് ഈക്വൽ ടു YI പ്ലസ് YJ എന്നെഴുതാം. C, write the equation to find the magnitude of resultant of two vectors. അപ്പോൾ R is equal to root of A square plus B square plus 2AB cos theta എന്നെഴുതാം. ഓരോ മാർക്ക് വെച്ചാണ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 18th question നോക്കുക. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ B കർവ് പൊട്ടൻഷ്യൽ എനർജിയാണ് കാണിക്കുന്നത്. അതിൻ്റെ C കർവ് കാണിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. അതിൻ്റെ A കർവ് ടോട്ടൽ എനർജിയാണ് കാണിക്കുന്നത്. Derive an expression to find the potential energy of spring. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് kx² ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹാഫ് kx² ഡെറിവേഷൻ എഴുതുക. 19th ക്വസ്റ്റ്യനകത്ത് ഒരു ഫിഗറാണ്. ആ ഫിഗറിൽ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നു, വർക്ക് പുറത്തേക്ക് കൊടുക്കുന്നു, കോൾഡ് ബോഡി കൊണ്ട് ബാക്കിയുള്ള ബാലൻസ് ഹീറ്റ് കൊടുക്കുന്നു. അത് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. അവിടെ സ്കീമാറ്റിക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ബി പാർട്ട്, റൈറ്റ് 4 steps ഓഫ് ഓപ്പറേഷൻ ഇൻ ദി കാർനോട്ട് സൈക്കിൾ. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. അതും വളരെ സിമ്പിളായിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫിഗർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 20th question ഒരു പ്രോബ്ലമാണ്. അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ ആൽഫ ഈസ് ഈക്വൽ T2 ബൈ T1 മൈനസ് T2 എന്ന് കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യാവുള്ളൂ. T2 ബൈ T1 മൈനസ് T2.
എൻ്റെ ആൻസർ 10.44 എന്ന് കിട്ടും. അടുത്തത് 21st ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ പ്രൊപ്പോർഷണൽ ടു. ഞാൻ റിവിഷൻ ടൈമിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 KB × T. KB മീൻസ് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് അത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു T എന്നവിടെ കിട്ടും. 22nd ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ആ ടേബിളിനകത്ത് അത് പൂരിപ്പിക്കാനുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ബ്ലോക്ക് മാസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പല പൊസിഷനാണ്. ബിയിൽ അതിൻ്റെ സെൻട്രൽ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എയിൽ. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് നോക്കാം. അറ്റ് ദി എൻഡ് ബിയിലാണെങ്കിൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ നെഗറ്റീവാണ്, ഫോഴ്സും നെഗറ്റീവാണ്. അതിൻ്റെ സെക്കൻഡ് നോക്കുവാണെങ്കിൽ ബിയിൽ വെലോസിറ്റി അവിടെ നെഗറ്റീവാണ് കിട്ടുന്നത്, ആക്സിലറേഷൻ 0, ഫോഴ്സ് 0. സി പാർട്ടിലാണെങ്കിൽ നമ്മുടെയും നെഗറ്റീവ് കിട്ടുക, വെലോസിറ്റി നെഗറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്, ഫോഴ്സും നെഗറ്റീവായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ 23rd ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. അതും റിവിഷൻ ടൈമിൽ ഞാനത് ചോദിക്കുമെന്ന് പറഞ്ഞതാണ്. വൈ ഈസ് ഈക്വൽ ടു ഒരു ട്രാവലിംഗ് വേവ് ആണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. വൈ ഈസ് ഈക്വൽ ടു എ സൈൻ 2π/λ VT - x + π/4 എന്ന ഇക്വേഷൻ വെച്ചാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. അവിടെ ആംപ്ലിറ്റ്യൂഡ് A 3 സെൻറ്റിമീറ്റർ എഴുതാം. അതിൻ്റെ ഫ്രീക്വൻസിയും ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനീഷ്യൽ ഫേസ് π/4 ആണ്. π/4 ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആ ഡി പാർട്ട് അതിൻ്റെ വേവ് ലെന്താണ് ചോദിച്ചിരിക്കുന്നത്. വേവ് ലെന്ത് A sin 2π/λ VT - x + 5 എന്ന ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാവുന്നതാണ്. 3.49 മീറ്റർ എന്ന് കിട്ടും. 3.49 മീറ്റർ. അടുത്തത് സെക്ഷൻ ആൻസർ 3 ക്വസ്റ്റ്യൻസ് ഫ്രം 24 to 27. ഒരു ഗ്രാഫാണ്. ഗ്രാഫിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോൾ? അവിടെ പാർട്ടിൻ്റെ ആൻസർ 100 m/s ആണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 m/s ആണ്. കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിങ് 20 seconds ഫ്രം ദി ഗ്രാഫ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ 1000 മീറ്റർ എന്ന് കിട്ടും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രാഫ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഒരു -10 m/s² എന്ന് കിട്ടും. അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. 25th ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് ദ 3 പാസ് ഫുട്ബോൾ കിക്ഡ്. അതിൻ്റെ ലെവൽ സെയിം വെലോസിറ്റി. അത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ക്വസ്റ്റ്യനാണ്. തന്നെയും ഇക്വേഷൻ മാക്സിമം ഹൈറ്റ് ഓഫ് ദിസ് ഫുട്ബോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. H = u² sin² θ/2g എന്ന ഡെറിവേഷൻ അവിടെ എഴുതുക. ബി ഇൻ വിച്ച് പാത്ത് ദ ഒറിജിനൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഈസ് മാക്സിമം. അതായത് റേഞ്ച് ഈസ് ഈക്വൽ ടു ux × t എന്നാണ്. അപ്പോൾ 3 വെലോസിറ്റി കൂടുമ്പോൾ റേഞ്ച് കൂടുന്നു. അപ്പോൾ തേർഡ് കേസിലാണ് വെലോസിറ്റി മാക്സിമം ആവുന്നത്. u cos θ മാക്സിമം. 26th ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അതും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് IZ = IX + IY. എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദി അതിൻ്റെ സർക്കുലർ ഡിസ്കിൻ്റെ കേസിലാണ്. അത് mr²/4 എന്ന് നമുക്ക് കിട്ടും. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. mr²/4 എന്ന് കിട്ടും. 27th ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. അത് നോർമൽ ടെമ്പറേച്ചർ. അത് ഞാൻ റിവിഷൻ ടൈമിൽ പറഞ്ഞാണ്. കൺവേർഷൻ ചോദിക്കാം. C/100 = F - 32/180 എന്ന ഇക്വേഷൻ വെച്ച് എഫിന് പകരം 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ് കൊടുക്കുക. അവിടെ C കണ്ടുപിടിക്കുക. എൻ്റെ ആൻസർ 37 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കിട്ടും. ഡിഫൈൻ ലാറ്റന്റ് ഹീറ്റ്. ഡെഫിനിഷൻ എഴുതാവുന്നതാണ്. ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ അബ്സോർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ്. സി എ ബ്രാസ് ടംബ്ലർ ഫീൽസ് മച്ച് കോൾഡർ ദാൻ എ വുഡൻ ട്രേ ഓൺ എ ചില്ലി ഡേ. അതിന് കാരണവും ബ്രാസ് ഈസ് മോർ ഗുഡ് കണ്ടക്ടറാണ്. വുഡൻ ഒരു ഇൻസുലേറ്ററാണ്. അത് അതിൻ്റെ റീസൺ. അടുത്തത് ആൻസർ 2 ക്വസ്റ്റ്യൻസ് ഫ്രം 18 to 30. ഒരു കാർ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇരിക്കുകയാണ്. ഓരോ കേസിലും ഉള്ള നെയിംസ് ഓഫ് ഫോഴ്സസ്. എയിലുള്ളത് നോർമൽ റിയാക്ഷനാണ്. ബിയിലുള്ളത് അതിൻ്റെ കമ്പണൻ്റാണ് n cos θ.
സി അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ കമ്പണൻ്റ് ഓഫ് ഫോഴ്സ് അങ്ങോട്ട് പോകുന്നതും എഴുതാൻ പറ്റും. അതായത് അതിൻ്റെ എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റ എൻ സൈൻ തീറ്റയും അങ്ങോട്ട് പോകുന്നു. ബിയിലോട്ടുള്ളത് എം ജി ആണ്, ബി എം ജി. ആ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, അത് നോക്കി അത് മനസ്സിലാക്കുക. റൈറ്റ് ദി ഇക്വേഷൻ വിച്ച് ഇക്വേറ്റ് ഫോഴ്സസ് ഓൺ ദി കാർ അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻസ്. വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ഉള്ള ഫോഴ്സിൻ്റെ ബാലൻസിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വെർട്ടിക്കൽ കേസിലും ഹൊറിസോണ്ടൽ കേസിലും അത് ആ ഫിഗറിൽ നിന്ന് നമുക്ക് എഴുതാവുന്നതാണ്. പക്ഷേ ഇത് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു ലോ മാത്രം എഴുതി വെച്ചാൽ മതി, അതും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞതാണ്. 29th ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. അവിടെ ഒന്നാമത്തെ കേസിൽ അത് ഡിക്രീസ് ആണ്, രണ്ടാമത്തെ കേസിലും ഡിക്രീസ് ആണ്, മൂന്നാമത്തെ കേസിൽ നെഗറ്റീവ് കൈനറ്റിക് എനർജിയാണ്, നാലാമത്തെ കേസിൽ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനാണ്. കെപ്ലേഴ്സ് ലോ ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന ഇക്വേഷനാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കാണിക്കണം. 30th ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ബെർണോളിസ് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ. റൈറ്റ് ദി ഇക്വേഷൻ സ്റ്റോക്സ് ലോ എഫ് ഈസ് ഈക്വൽ ടു 6π∗ AB. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഈ വർഷം ചോദിച്ചിരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്, വളരെ വേഗത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ അടിഞ്ഞുള്ള വീഡിയോകളിൽ നമ്മൾ സെക്കൻഡ് ഇയർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.